ശ്യാംരാജ്, ഈ സോണിയാഗാന്ധിക്കൊന്നും ഈ ക്ഷേത്രക്കുള്ളിൽ ഒരു പങ്കുമില്ലെന്ന് ആരോപണം ഉന്നയിക്കുന്ന ശ്രീ CPM-നും അറിയാം, ശ്രീ സുരേഷ് കുമാറിനും അറിയാം, CPM-നും അറിയാം, അത് സഭയിൽ ഉന്നയിക്കുന്നവർക്കും അറിയാം. അതൊരു രാഷ്ട്രീയ പ്രതിരോധമാണ്. അതല്ലാതെ സോണിയാഗാന്ധിക്കും അതിന്റെ കാലഘട്ടം വെച്ച് നോക്കിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെങ്കിൽ അസേരി ചുമ്മാതിരിക്കില്ലല്ലോ. അത് BJP പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പടി കൂടെ കിടന്ന് പ്രിയങ്കാ ഗാന്ധിക്കെതിരെയുള്ള പ്രതിഷേധം? ശ്രീ ശ്യാംരാജ്. ഹാഷ്മി, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കിടന്ന് തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ കേരളത്തിലെ മണലും പുറത്താണെങ്കിലും ഒക്കെ ചങ്ങാമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുമാണ്. ഇവിടെ സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ കാലഘട്ടത്തിലൊന്നും അല്ലെന്നേ. അത് 10-13 കൊല്ലം മുമ്പ് ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി പാർലമെന്റിൽ ഉന്നയിച്ച വിഷയമാണ്. CBI ഇടപെട്ടിട്ടുണ്ട്. ഹാഷ്മി, ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. CBI ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഗണപതി എന്ന പേരിലുള്ള ഒരു പാനിക് ഷോപ്പ് ഉണ്ട്. പറയട്ടെ, CBI ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ സമ്മർദ്ദം മൂലം ഇന്റർപോളിനോട് ചോദിച്ചേ. ഹാഷ്മി നിൽക്കുന്നത്, ഹാഷ്മി സോണിയാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യല്ലേ, ഞാൻ പറയട്ടെ അങ്ങോട്ട്. സോണിയാഗാന്ധി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യല്ലേ, അത് കോൺഗ്രസ്സുകാരും ചെയ്തോളും. ഇവിടെ ഇന്റർപോളിനോട് CBI ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യയിൽ ആ വിഷയത്തിൽ ആ കേസിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി, ഈ ഷോപ്പിന് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഇന്റർപോൾ പറഞ്ഞത്. ഇന്റർപോൾ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് കൊടുത്തത്. ഗണപതിയുടെ കാര്യം പറയല്ലേ, അത് തെറ്റാണ്, വ്യാജമാണ്. പറയട്ടെ ഹാഷ്മി, നേതാവ് എടുത്ത് പറയല്ലേ, പറയാൻ സമ്മതിക്ക്. ഇന്റർപോൾ കൊടുക്കാത്തറിയോ? പറയട്ടെന്ന് പറയാൻ സമ്മതിക്കുന്ന നിങ്ങള്. അതായത് സോണിയ സിസ്റ്റർ ഇറ്റലിയിൽ അടിച്ചു കൊടുത്ത വരും ഗൂഗിളിൽ. ഇന്ത്യയിൽ ആ വിഷയത്തില് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ പറയട്ടെ ഹാഷ്മി, ഇന്ത്യയിൽ FIR രജിസ്റ്റർ ചെയ്യാത്തത് കാരണം ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞതാ. അതല്ലാതെ ഗണപതിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാത്തതല്ല. ഗണപതി എന്ന് പറഞ്ഞാൽ ആന്റിക് ഷോപ്പ് ഇറ്റലിയിൽ ഇല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. CBI അങ്ങനെ കണ്ടെത്തിയിട്ടുമില്ല. ഒരു ഗണപതി ഇല്ല, ഒരു ആന്റിക് ഷോപ്പ് അവിടെ ഒന്നുമില്ല. CBI അന്വേഷണം ഒന്നും കണ്ടെത്താൻ പറ്റില്ല. ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹാഷ്മി വക്കാലത്ത് പിടിക്കണ്ട ഹാഷ്മി. അല്ലയോ ശ്യാംരാജെ, നമ്മുടെ CBI എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസിയുടെ കഴിവിനെ കുറച്ച് കാണല്ലേ. ശരിയാണ്, ഇപ്പൊ കുറച്ചു നാളായിട്ട് CBI അന്വേഷണം ഒരു കേസ് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, കാര്യം ശരിയാണ്. പക്ഷെ CBI എന്ന് പറയുന്ന പ്രീമിയർ ഏജൻസിയുടെ ആ കഴിവിനെ കുറച്ച് കാണല്ലേ. ഈ പറഞ്ഞ ഇറ്റലിയിലെ ഒരു ഷോപ്പിന്റെ വിവരം അറിയാൻ പറ്റാത്ത കഴിവിട്ടവരാണോ CBI? അങ്ങനെയാണോ ശ്യാംരാജ് പറയില്ലേ? ഇറ്റലിയിലെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇന്റർപോൾ പറഞ്ഞത്. ശ്യാംരാജ്, ഇറ്റലിയിലുള്ള ഒരു ഷോപ്പിന്റെ വിവരം എടുക്കാൻ കഴിവില്ലാത്തവരാണോ CBI എന്നാണോ ശ്യാംരാജ് കരുതുന്നത്? എന്നാണ് ഇന്റർപോൾ പറഞ്ഞത്. എന്റെ പൊന്നു ശ്യാംരാജ്, നമ്മുടെ CBI അങ്ങനെ വില കുറച്ച് കാണല്ലേ. ഇറ്റലിയിലല്ല, ലോകത്തെ ഏത് ഭാഗത്തുള്ള ഏത് കോണിലെ ഷോപ്പിന്റെ വിവരം എടുക്കാൻ കഴിവുള്ളവരാ CBI എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു ഷോപ്പ് ഇല്ല എന്നല്ല ഇന്റർപോൾ പറഞ്ഞത്. അവിടെ അങ്ങനെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ വർഷത്തിനിടയിൽ CBI കണ്ടത്തണ്ടേ? ശ്യാംരാജ്, ചുമ്മാ ഗൂഗിളിൽ കണ്ട കാര്യം മാത്രം പറയല്ലേ. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നമ്മുടെ വിഷയം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, അതിന്റെ വക്താവാണ്. ഗൂഗിളിൽ കണ്ട കാര്യം എടുത്ത് പറയല്ലേ. CBI അന്വേഷിച്ചു, ഈ പറയുന്ന ഒരു ഗണപതി കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ഒരു ആന്റിക് ഷോപ്പും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.